എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 9-ാം ഭാഗം. കഥ മുഴുവൻ കേൾക്കുകയും പരമാവധി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹകരിക്കണമെന്ന അപേക്ഷയോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. മുഴയനോട് സ്ഥലത്തിൻ്റെ കാര്യം വ്യക്തമായി പറഞ്ഞു. വിലയും അയാൾ പറഞ്ഞതുമായി ഏകദേശം ഒത്തു. അവതച്ചൻ്റെ കയ്യിൽ കയ്യാലപ്പണിയെടുത്ത് കിട്ടിയ കുറേ കാശ് ബാക്കിയിരിപ്പുണ്ട്. അതുമായി വന്നാൽ ആ അരയേക്കർ വാങ്ങാനും തൽക്കാലത്തേക്ക് അവിടെ ഒരു കുടിൽ വയ്ക്കാനും ധാരാളം മതിയാകും. അത്യാവശ്യം വേണ്ട സഹായങ്ങൾക്കൊക്കെ കുര്യനും കൂട്ടുകാരും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മുഴയൻ കാക്കയുടെ സ്ഥലം അവതച്ചൻ പോയി വിശദമായി കണ്ടു. തോട്ടിറമ്പിൽ നിന്നും അല്പം വിട്ടിട്ടാണ് അളവ്. തോടിൻ്റെ ഇറമ്പിനോട് ചേർന്ന് ഈറ്റ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങോട്ട് കുറച്ചുകൂടി ഇറക്കി വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അളവിൻ പ്രകാരം തോട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഉള്ളത്. അതിർത്തി മുഴയൻ കൃത്യമായി കാണിച്ചു കൊടുത്തു. അതിനുശേഷം അയാൾ കടയിലേക്ക് പോയി. സ്ഥലം വിശദമായി നോക്കിക്കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് കുര്യനും അവതച്ചനും കടയിലേക്ക് തിരിച്ച് എത്തിയത്. അപ്പോൾ തന്നെ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു. സ്ഥലത്തിൻ്റെ അളവും ആധാരമെഴുത്തും 2-3 ആഴ്ച കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനമായി. അന്ന് തന്നെ അവതച്ചൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ആനക്കയത്തു നിന്നും സാധനങ്ങൾ കയറ്റാൻ വേണ്ടി പോകുന്ന ഒരു ജീപ്പിലാണ് അയാൾ കല്ലാറിൽ എത്തിയത്. അവിടെ നിന്ന് ബസ്സിന് നാട്ടിലേക്കും പോയി. ആ ആഴ്ചയിൽ പണി കുറവായിരുന്നു. എങ്കിലും 2 ദിവസം പണിയെടുത്തു. ചെയ്യാനുള്ളതൊക്കെ തീർത്തു കൊടുത്തു. ഞായറാഴ്ചയാണ് തീരുമാനമറിയാവുന്ന ദിവസം. തൽക്കാലത്തേക്ക് ഇവിടെ നിന്നും പോയാലും ഇനി പ്രശ്നമുണ്ടാവുകയില്ല. കാരണം അവതയുടെ അനിയൻ തോമാച്ചൻ ഇപ്പോൾ നന്നായി പണിയെടുക്കും. അവൻ്റെ വരുമാനം കൊണ്ട് വേണമെങ്കിൽ കുടുംബം കഴിഞ്ഞു പോവുകയും ചെയ്യും. വീട്ടിൽ കൃത്യമായ വിവരം പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു നുണ പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങാം. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട്. കേസോ പുക്കാറോ ആയാൽ തോമാച്ചൻ്റെ സ്വഭാവത്തിന് അവൻ ഉള്ള സത്യം പറയും. പോലീസുകാർ തങ്ങളെ തപ്പി വരികയും ചെയ്യും. അതും കൂടുതൽ പ്രശ്നമായിരിക്കും. എന്നാൽ പറയാതെ പോയാൽ അതും പ്രശ്നമാണ്. പ്രായമായ അമ്മച്ചിയാണ് വീട്ടിലുള്ളത്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അറിയിക്കാൻ ഒരു വഴിയും ഉണ്ടാവുകയില്ല. അവസാനം എല്ലാം ആലോചിച്ച് അവതച്ചൻ ഒരു തീരുമാനമെടുത്തു. ഇന്ന് അവളെ കാണട്ടെ. അവൾ എന്താണ് വിവരം പറയുന്നത് എന്നതിനനുസരിച്ച് തീരുമാനിക്കാം. ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. എന്നത്തെയും പോലെ കത്രീന അമ്മയെ കണ്ടു. ഇന്ന് പരിവാരങ്ങൾ കുറേ എണ്ണം കൂടെയുണ്ട്. എന്നാലും അവരെയെല്ലാം തന്ത്രപരമായി ഒഴിവാക്കി അവൾ അടുത്തു വന്നു പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി കേട്ടോ. അടുത്ത ഞായറാഴ്ച എല്ലാവരും കൂടി എവിടെയോ പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞതിൻ പ്രകാരമാണെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്. ആ ദിവസത്തിനപ്പുറം മറ്റൊരു ദിവസം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോണം. പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ആവോ? മിഴുക്കിഴസിയാന്ന് നോക്കി നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ പോയി പണി നോക്കട്ടെ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഇത്രയുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ലേ ഇപ്പോൾ എനിക്ക് കഴിയുകയുള്ളൂ. ഞാൻ എല്ലാത്തിനും തയ്യാറായി വരുന്ന ഞായറാഴ്ച വരും പള്ളിയിലേക്ക്. എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടെ വരും. അതല്ലെങ്കിൽ അല്പം വിഷമമുണ്ടെങ്കിലും ഞാൻ തിരിച്ചു പോകും. പിന്നെ ഞാൻ എന്തു ചെയ്യും എന്നൊരു തീർച്ചയുമില്ല. തോന്നുന്നത് ഞാൻ ചെയ്യും. ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചെന്നും വരാം. കത്രീന അവസാനം പറഞ്ഞത് കേട്ടപ്പോൾ അവതയ്ക്ക് വലിയ വിഷമം തോന്നി. അവളുടെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും താൻ കാരണം ഒരു കാരണവശാലും അതിന് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ഞായറാഴ്ച താനും കത്രീന അമ്മയും നാട് വിടുന്നു. പറഞ്ഞു വച്ചിരിക്കുന്ന സ്ഥലം വാങ്ങുന്നു. അവിടുത്തെ താമസം തുടങ്ങുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. പോകാൻ തയ്യാറായി തന്നെ ഞായറാഴ്ച പോരെ. പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ വന്നാൽ അവർക്ക് സംശയം വരും. ചിലപ്പോൾ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും. ഞാനും ഇവിടെ പ്രത്യേകം ആരോടും പറയുന്നില്ല. കൂടുതൽ സമയം ഇന്ന് ഇവിടെ നിന്ന് വർത്തമാനം പറയാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം പറയാനുള്ളത് പറഞ്ഞു. കൂടെയുള്ള പട്ടാളങ്ങൾ വികാരി അച്ഛനോട് വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ അവൾ അവരുടെ ഒപ്പം പോവുകയും ചെയ്തു. 2-3 സ്ഥലങ്ങളിൽ ചില്ലറ പണികൾ തീർത്തു കൊടുക്കാനുണ്ടായിരുന്നു. അവതച്ചൻ ആ പണികളെല്ലാം
ആ ഒരാഴ്ച ഒരു ദിവസം പോലും മെനക്കെടാതെ പണിയെടുത്ത് തീർത്തു. ശനിയാഴ്ചയായപ്പോഴേക്കും കിട്ടിയ കൂലിപ്പൈസയെല്ലാം അമ്മച്ചിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. തോമാച്ചന് പ്രത്യേകം ചില നിർദ്ദേശങ്ങളും കൊടുത്തു. കുറച്ചകലെ ഒരു സ്ഥലത്ത് നല്ലപോലെ പണിയുണ്ടടാ തോമാച്ചാ, അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ എന്നെനിക്കൊരു ആശയം. നീ ഏതായാലും നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഞാനൊന്ന് മാറി നിൽക്കാം. അവിടെ ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം വിറ്റ് അങ്ങോട്ട് പോകാം. എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് വിവരം പറയാം. ഇപ്പോൾ വിവരം നീ അമ്മച്ചിയോട് പറയണ്ട. ഏത് കാര്യത്തിനും ഒപ്പമുള്ളതാണ് ചേട്ടൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവന് ആകെ വിഷമമായി. എന്നാലും നല്ല കാര്യങ്ങളെ ചേട്ടൻ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞതിന് എതിര് പറയാൻ തോമാച്ചന് തോന്നിയില്ല. അവൻ അത് സമ്മതിച്ചു. ദിവസങ്ങളിൽ ഇടമുളയിലെ വീട്ടിൽ വമ്പൻ ഒരുക്കങ്ങളായിരുന്നു. ഞായറാഴ്ച പോകാൻ വേണ്ടിയുള്ള ആളുകൾ വീടിന് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നു. അവരോട് എവിടെയൊക്കെയാണ് കാത്തു നിൽക്കാൻ പറയേണ്ടത് എന്ന് തീരുമാനിച്ചു. അവിടെ പോയി പറയേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇതെല്ലാം കത്രീന കേൾക്കാതെ ചെയ്യുകയും വേണം. അതുകൊണ്ട് എവിടെ നോക്കിയാലും രഹസ്യം പറയുന്നവരെ കാണാനുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വിവരങ്ങൾ എല്ലാം അറിയുന്നുണ്ട്. ആകെ വിവരങ്ങൾ അറിയാത്തത് കത്രീന മാത്രം. എന്നാൽ വിവരങ്ങൾ അവളും അറിയുന്നുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഏകദേശം വിവരങ്ങൾ അവളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ബേബിക്ക് മാത്രം അപ്പൻ്റെ ആ തീരുമാനത്തിനോട് എതിർപ്പായിരുന്നു. എന്നാലും ബാക്കി എല്ലാവരും സമ്മതിച്ചു. താൻ മാത്രം എതിർത്ത് നിന്നാൽ അവസാനം സ്ഥലം വീതം വെപ്പിലടക്കം അപ്പൻ പകരം ചെയ്യും. അത് തനിക്ക് ദോഷം ചെയ്യും. പിന്നെ പെങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നല്ല നിലയിലുള്ള ബന്ധമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൾക്കും ഇപ്പോൾ വിഷമമാണെങ്കിലും കുറെ കഴിയുമ്പോൾ വിഷമമില്ലാതെയാവുകയേ ഉള്ളൂ. കൂലിപ്പണിക്കാരനോടുള്ള ഇഷ്ടം എത്ര കാലം നിൽക്കുമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. അതൊക്കെ അപ്പൻ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ചൂടിനെ കാണൂ. കുറെ കഴിയുമ്പോഴേക്കും പരസ്പരം വേണ്ട എന്നാകും. പിന്നെ അടിപിടിയാകും, പ്രശ്നമാകും. അവസാനം ചിലപ്പോൾ അവൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. ഇതാണെങ്കിൽ പിന്നെ ഒന്നുമല്ലെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടാധീനത്തിന് നിൽക്കില്ല. അവളുടെ സുരക്ഷിതത്വമല്ലേ ഏതപ്പനും അമ്മയും നോക്കൂ. അത് തന്നെയേ ഇടമുളയിൽ കുട്ടിച്ചനും നോക്കുന്നുള്ളൂ. അതിന് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവരമൊന്നും കത്രീനായോട് പറയരുത് എന്നായിരുന്നു ധാരണ. എന്നാലും ബേബിയുടെ മനസ്സ് അതിന് അനുവദിച്ചില്ല. അവൻ ശനിയാഴ്ച അവളോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ നാളെ ഒരിടം വരെ പോകുന്നതാണെന്ന് നിന്നോട് പറഞ്ഞല്ലോ ഇല്ലേ കത്രീ? അതെന്തിനാണെന്ന് നീ എന്താ ചോദിക്കാത്തത്? എല്ലാവരും അത് നിന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയല്ലേ ചെയ്യുന്നേ? ഞാൻ വിചാരിച്ചു നീ എന്നോടെങ്കിലും ചോദിക്കുമായിരിക്കുമെന്ന്. എന്നാൽ നീ അത് ചോദിച്ചില്ല. നീ ആരോടോ വാശിയുള്ളതുപോലെ. എന്താ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത്? ഞാൻ അറിയാനുള്ള കാര്യങ്ങൾ എന്നോട് നേരിട്ട് പറയാറുണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പോൾ മാത്രം പിന്നെ എന്താ പ്രത്യേകത? ഞാൻ എൻ്റെ അഭിപ്രായം അപ്പനോട് പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒരു മനുഷ്യനായാൽ ഒരു ആഗ്രഹമുണ്ടായിക്കൂടെ? അതിൽ ഇത്ര വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി വളരെ രഹസ്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു എന്നല്ലേ ഉള്ളൂ. കൊല്ലാനുള്ള മൂരിക്കുട്ടന് ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ്റെ കാര്യം തീരുമാനമായതല്ലേ. എന്നാലും അവളുടെ ഉപമ അല്പം കടുങ്കയായിപ്പോയി. അവളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്ന രീതിയിലാണല്ലോ അവളുടെ മറുപടി. അവളെക്കൊണ്ട് ആലോചിപ്പിച്ച് വിഷമിപ്പിക്കുന്നില്ല. കാര്യമങ്ങ് തുറന്ന് പറഞ്ഞേക്കാം. നിന്നെ കണ്ടിട്ടുള്ള ചെറുക്കനാണ്. അവന് നിന്നെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് അപ്പൻ പറഞ്ഞു നേരിട്ട് പോയി കല്യാണമുറപ്പിക്കാമെന്ന്. അതുകൊണ്ട് നിന്റെ കല്യാണമുറപ്പിക്കാനാണ് ഞങ്ങൾ നാളെ പോകുന്നത്. നിന്നോട് അഭിപ്രായം ചോദിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ലെന്നും അവൾക്കും അവനെ ഇഷ്ടപ്പെട്ടു എന്നുമാണ് അപ്പൻ പറഞ്ഞത്. നിനക്കറിയാമല്ലോ, അപ്പൻ പറയുന്നതിനെതിരെ പറയാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഒരു മക്കൾക്കുമില്ല. ആകെ പറഞ്ഞത് നീയാണ് അന്ന്. അതിൽ അപ്പന് നല്ല കലിപ്പ് ആയിട്ടുമുണ്ട്. തനിക്ക് തൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് ആരോടാണെങ്കിലും. ബഹുമാനം വിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും താൻ അഭിപ്രായം പറഞ്ഞത് ഇത്രയേറെ കലിപ്പ് വിചാരിച്ചു കൊണ്ട് നടക്കാനുള്ളതെന്താ? അങ്ങനെയുള്ളവർ അങ്ങ് വിചാരിക്കട്ടെ. എന്തായാലും എൻ്റെ അഭിപ്രായം ചോദിക്കാതെ നടക്കുന്ന കല്യാണമുറപ്പിക്കലല്ലേ. എനിക്ക് സമ്മതം പറയാനുള്ള ഒരു സൗകര്യം കിട്ടുമല്ലോ.
കുറഞ്ഞത് ഒത്തുകല്യാണത്തിനെങ്കിലും അച്ഛൻ അഭിപ്രായം ചോദിക്കില്ലേ? അതോ അപ്പോഴും സമ്മതം മൂളുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കുമോ? അതൊന്നും നടക്കില്ല. അത് അപ്പനോടും പറഞ്ഞേക്ക്. അപ്പൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന ചോര തന്നെയാണ് ഈ കത്രീനായുടെയും. ഞാൻ പെണ്ണായി ജനിച്ചുപോയി എന്നേ ഉള്ളൂ. നിങ്ങളെക്കാൾ ഒട്ടും മോശം വരില്ല ഞാനും. ഇവളെന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് മാത്രം പിടികിട്ടുന്നില്ല. അതൊന്നറിയാൻ വേണ്ടി പലതരത്തിലും അവളോട് ചോദിച്ചെങ്കിലും അത് മാത്രം അവൾ പുറത്തു പറഞ്ഞില്ല. എപ്പോഴും പറയും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രം. വെറുതെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയുള്ള ഭീഷണിയായിരിക്കാം. കൂടുതലായി ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ബേബി സമാധാനിച്ചു. അവൻ കിടക്കാൻ പോവുകയും ചെയ്തു. ദിവസം ഞായറാഴ്ച രാവിലത്തെ കുർബാനയുടെ സമയത്ത് തന്നെ കുട്ടിച്ചനും കുടുംബത്തിലുള്ള മറ്റെല്ലാവരും പള്ളിയിൽ പോയി. അവർ ആ വഴി മറ്റൊരു സ്ഥലത്തുകൂടി പോയിട്ട് മാത്രമേ വരികയുള്ളൂ എന്ന് കത്രീനായോട് പറഞ്ഞു. അവളോട് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയാൽ മതി എന്നും പറഞ്ഞു. കത്രീനയ്ക്ക് ഒറ്റയ്ക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം കൂടി അന്ന് ഒത്തുകിട്ടി. മാത്രവുമല്ല, വീട്ടുകാർ ആരും തന്നെ നാട്ടിലില്ല താനും. അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ ഇതിൽ കൂടുതൽ ഒരു സൗകര്യം കിട്ടാനുണ്ടോ? നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. പിന്നെ എല്ലാവരും മുഴുവൻ കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണേ.